വർക്കല ട്രെയിനിൽ അതിക്രമത്തിനിരയായ പെൺകുട്ടിയെ സഹായിച്ച വ്യക്തിയെ കണ്ടെത്തി പോലീസ്. കേസിലെ മുഖ്യസാക്ഷിയായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് കണ്ടെത്തിയത്. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വർക്കലയിൽ പെൺകുട്ടി അതിക്രമത്തിനിരയായ സംഭവത്തിലെ പ്രധാന സാക്ഷിയെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. സാക്ഷിയെ റെയിൽവേ പോലീസ് ഇപ്പോൾ വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരിലെ റെയിൽവേ പോലീസിന്റെ ആസ്ഥാനത്താണ്. ഇവിടെയാണ് സാക്ഷിയിൽ നിന്ന് പ്രധാനമായിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഒരു പ്രധാന റെഡ് കളർ ചുവന്ന നിറത്തിലുള്ള ഷർട്ട് ധരിച്ച ഒരു വ്യക്തി ഇത് കണ്ടിരുന്നുവെന്നും അയാളാണ് ശ്രീകുട്ടിയെ ശ്രീകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അർച്ചനയെ ആക്രമിക്കുവാൻ പ്രതി മുതിരുമ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഇയാളായിരുന്നു. ഇയാൾക്കൊപ്പം വെള്ള ഷർട്ട് ധരിച്ച ഒരാൾ ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആക്രമണം നടന്ന പിന്നാലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ചുവന്ന ഷർട്ട് ധരിച്ച വ്യക്തിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കൊപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അന്ന് ആക്രമണം നടക്കുന്നത് രാത്രിയോടുകൂടിയായിരുന്നു. ആ ആക്രമണം നടന്ന സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ആയിട്ടാണ് ട്രെയിൻ നിർത്തിയത്. ഇവിടെ നിന്ന് ഇയാൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തുകയും മറ്റു വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷ മാർഗം ഇയാൾ വേറെ എവിടെയെങ്കിലും സഞ്ചരിച്ച് കാണുമെന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രധാന സാക്ഷിയെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ആക്രമണം ഏത് തരത്തിലാണ് നടന്നത്, പ്രകോപനപരമായിരുന്നോ അല്ലെങ്കിൽ ശ്രീകുട്ടിയുമായി ഈ പ്രതി എത്തരത്തിലാണ് ആക്രമണം നടത്തിയത്, ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ സാക്ഷിയുടെ മൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം, അതായത് നിരവധി ഓട്ടോക്കാരെയും ഒപ്പം തന്നെ വഴിയോടെ കച്ചവടക്കാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രധാന സാക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയെന്നുള്ളതാണ്. അന്യസംസ്ഥാന തൊഴിലാളിയാണ്, ശങ്കർ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇയാൾ എത്തരത്തിലാണ്, അതായത് ശ്രീകുട്ടിയെ ആക്രമിക്കുന്ന ഇയാൾ കണ്ടിരുന്നു. പ്രതിയെ ഇയാൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വിവരങ്ങൾ ഈ സാക്ഷിയടക്കം ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ, അതായത് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തിരുന്നുവെന്നും ഒപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയും ഈ പ്രതി ആക്രമിച്ചിരുന്നു. ആ പ്രതിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ പ്രധാന സാക്ഷിയാണ് സഹായിച്ചതെന്ന് അർച്ചനയടക്കം മൊഴി നൽകിയിരുന്നു. അർച്ചനയുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സാക്ഷിയെ കേന്ദ്രീകരിച്ചുള്ള 2 ആഴ്ച നീണ്ടുനിന്ന സാക്ഷിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ റെയിൽവേ പോലീസ് സാക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാക്ഷി സഞ്ചരിക്കുവാൻ, അതായത് ഓട്ടോ മാർഗം ഇയാൾ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാക്ഷിയുടെ വിശദമായ മൊഴി, അന്യസംസ്ഥാന തൊഴിലാളിയാണ് ശങ്കറിൻ്റെ വിശദമായ മൊഴി ഇപ്പോൾ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അതായത് ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയടക്കം ഈ പ്രതിയെ കാണിച്ച് തിരിച്ചറിയൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും തുടർ നടപടികളിലേക്കും റെയിൽവേ പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.